ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫാമിലി വ്ളോഗോ അങ്ങനെയൊന്നല്ല കേട്ടോ. ഒരു വൈകുന്നേരം ടൈമിൽ ചിക്കൻ കറി വെക്കുന്ന ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് രാത്രിയിലേക്ക് നമ്മൾ പൊറാട്ട പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ചിക്കൻ കറി വെക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി ഞാൻ സാധാരണ കറി എപ്പോഴും നമ്മൾ വെക്കുന്നതല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് വറുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെ കറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കാൻ കേട്ടോ. ഈ ഒരു മുളക് പൊടി വെച്ചാൽ ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ്. എന്താ പറയുക, 1-1.5 ടീസ്പൂണൊക്കെ ഇട്ടാൽ ഭയങ്കര എരിവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള എരിവാണ് കേട്ടോ ഇടാൻ പറ്റുള്ളൂ. നമ്മളിവിടെ മില്ലിൽ നിന്ന് വാങ്ങിച്ച മുളക് പൊടിയാണ് കേട്ടോ. പക്ഷെ എന്നാൽ പോലും ആ മുളക് പൊടി ഇടുമ്പോൾ അധികം കളറൊന്നുമില്ല. പക്ഷെ അത് ഭയങ്കര എരിവാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി നാവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഭയങ്കര എരിവാണ്. എനിക്കും നമ്മുടെ സനുവിനും കുഞ്ഞാറ്റയ്ക്ക് കേട്ട് അധികം എരിവോ പറ്റാത്ത, ഇവിടെ വീട്ടിലുള്ളവർക്കൊക്കെ അത്യാവശ്യം എരിവ് വേണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടപ്പോൾ ഇവർ കളറില്ല, അധികം എരിവൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും മുളക് പൊടി ഇട്ടതാണ് കേട്ടോ. ഇവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല കളറ്, കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് കൂടുതലായിട്ട് വേണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്ന ചിക്കന് കുറച്ച് എരിവും ഉപ്പൊക്കെ കൂടിയാലും നമ്മൾ കറി വെക്കുമ്പോൾ അതിൽ കുറച്ചാൽ മതിയല്ലോ. ഞാൻ ഈ ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ള ചീഞ്ചട്ടിയാണ് കേട്ടത്. എന്താ പറയുക, ആദ്യം എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ഇതിൽ എന്താ പറയുക, ഇൻഡാലി എന്നാണോ അത് ഇരുമ്പ് എന്നാണോ പറയുക. നമ്മുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഞാനിത് ഇൻഡാലിയാണെന്ന് തന്നെ മനസ്സിലാക്കിയത്. ചിക്കനൊക്കെ അതാ ഒരു അത്യാവശ്യം 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം എന്തെങ്കിലും നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇത്രയും ഒരുപാട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ റിസ്ക് തന്നെയാണ് കേട്ടോ. അതും നമ്മളിപ്പോൾ കടയിലൊക്കെ അവർ അതിനനുസരിച്ച് ഒരുപാട് എണ്ണയിലൊക്കെ ആവില്ല ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കൊരിപ്പോൾ ഇത്രയും വറുത്തെടുക്കാൻ ഒരു 5-6 ട്രിപ്പെങ്കിലും വറുത്തെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാനിത് സത്യം പറഞ്ഞാൽ ഒരു 6 തവണയെങ്കിലും ഇതുപോലെ വറുത്തെടുത്തിട്ടാണ് കേട്ടോ ഒന്ന് അവസാനം ഫിനിഷ് ആക്കി തന്നെ. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നതിനേക്കാൾ എത്രയോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വറുത്തെടുത്ത ചിക്കൻ കറി വെക്കുന്നത്. അതൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും എന്താ പറയുക, നമുക്കത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഫുള്ള് തീർക്കണ വഴി കാണില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അതാ ഓരോന്ന് വറുത്തെടുക്കുമ്പോഴേക്കും എല്ലാവരും ഓരോ കഷ്ണം എടുത്ത് കഴിക്കുകയായിരുന്നു. ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ആവശ്യമായ സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിയൊക്കെ നല്ല കനം കുറച്ചിട്ട് നല്ല പോലെ അരിഞ്ഞ് സെറ്റാക്കുകയാണ് കേട്ടോ ചെയ്തത്. തക്കാളി ഇതാ ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 3-4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു തക്കാളിയുടെ ഫ്ലേവർ ചിക്കൻ കറിയിൽ ഇത് മാത്രമല്ല ഏതൊരു കറിയിലായാലും ആ തക്കാളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് പുളിയും അതുപോലെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ഓരോരുത്തരുടെ അളവിനനുസരിച്ചൊക്കെ തക്കാളി 1-2 കൂടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ വറുത്തതൊക്കെ ഏത് വഴിക്ക് പോയി എന്ന് ചോദിക്കേണ്ട താമസമേ ഉള്ളൂ. കുറച്ചധികം ചിക്കൻ തന്നെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ല പോലെ വഴറ്റിയെടുക്കുന്നത്. ഞാൻ ആ ചീഞ്ചട്ടിയിലെ എണ്ണ വേറൊരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഈ ഉള്ളിയൊക്കെ നല്ല പോലെ വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിനിട്ട് നല്ല പോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. മസാലയൊക്കെ നല്ല പോലെ വഴന്ന് വന്നതിന് ശേഷം ലാസ്റ്റ് തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മസാലയൊക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മൾ ആ വറുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് കൊട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആരും മറക്കരുത്. ഇത് ശരിക്കും നല്ല ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് വെച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇന്ന് കുറച്ച് കറിയോട് കൂടി വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ രാത്രി പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കറിയോട് കൂടിയിട്ട് വെച്ചിട്ടുണ്ടെന്ന്. അവസാനം നമ്മൾ കുറച്ച് അതിന് മുകളിൽ കുരുമുളക് പൊടിയും കൂടി വെതറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒന്നും പറയേണ്ടതില്ല.
അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ചിക്കൻ സാധാരണ കറി വെക്കാണ്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് കറിയായിട്ട് വെച്ച് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. ഒരു തവണ കഴിച്ചവർ പിന്നീട് ഒരിക്കലും നമ്മൾ സാധാ പോലെ കറി വെക്കില്ല, ഇങ്ങനെ വറുത്തിട്ട് തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ അത് അവസാനം പൊറാട്ടയും ചിക്കനും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.